വട്ടിയൂർക്കാവ് അജിത് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾ പുതിയ മാലയ്ക്കും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ? സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ പറയുന്നു ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? എന്തേ പരാതിക്കാരിയെ അറിയുന്നത് എന്തിനാണ് നിങ്ങള്? അല്ല, മുൻപ് ഇതുപോലെ നന്ദിതയോട് ചെയ്തത് ആവർത്തിക്കാനാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനെ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഏത് കേസില്? അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പരാതിക്കാരി ആരാണെന്നോ, അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്, നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അത് പോലീസ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണെന്നോ? എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിപ്പോ ഈ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. പോലീസ് അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ അറിയണം, ആളാരാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? സമൂഹ മാധ്യമത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാനാണോ? 6 മിനിറ്റ് മോശം പെരുമാറ്റം നേരിട്ടതിന് അതിൽ പ്രതികരിച്ച പെൺകുട്ടി ഇത് അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. 2 വർഷമായിട്ടും താൻ അനുഭവിക്കുന്ന ട്രോമ എന്താണ് എന്നത്, നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്തത് എന്താണെന്നുള്ളത്. സമൂഹ മാധ്യമത്തിൽ ഇഷ്ടപ്പെടുന്നതൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്ന 2 വർഷത്തെക്കുറിച്ച് ഇതിനോടകം എത്ര പേർ ഇതിനൊന്നും പോകാൻ വയ്യ എന്ന് കരുതി ഇത് സഹിച്ച് പോയിട്ടുണ്ടാകും എന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നന്ദിതയുടെ കൂടെ ആയിരുന്നല്ലോ ഈ 2 ദിവസം, ഈ ആരോപണം ഉന്നയിച്ച് 2 ദിവസം ആ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ. പിന്നീട് വന്ന് പറഞ്ഞ രീതി ഇൻസ്റ്റഗ്രാം ഐ ഡിയും പറഞ്ഞുകൊണ്ടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു യുവാവിനെതിരെ? അന്ന് ചെയ്തത് തെറ്റല്ലേ? അന്ന് ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം. നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ്? ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു. അയാൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. അയാളെ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് വീണ്ടും പൊതു ഇടത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾ പ്രോത്സാഹനം നൽകി. അതാണ് തെറ്റ്. ആ തെറ്റ് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഈ 14-ാം തീയതി എന്തുകൊണ്ടാണ് അന്ന് ഇതിന് ഈ ആരോപണം ഉന്നയിക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ? എന്തുകൊണ്ടൊരു നടപടി ഉണ്ടായില്ല? ഇപ്പൊ ഈ 21-ന് എന്തുകൊണ്ടാണ് ഇത് പൊങ്ങി വന്നത്? അതാണ് എന്റെ ചോദ്യം. പരിപാടി നടത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പുറകെ പോയി ആ യുവതിയും ബസ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ പിടിച്ചാണ് ആദ്യ സംഭവത്തിൽ പോലീസിനെ ഏൽപ്പിക്കുന്നത്. ഇത്തവണ കുറച്ചുകൂടി നിങ്ങളുടെയൊക്കെ പരിലാളനത്തിൽ കുറച്ചുകൂടി എക്സ്പെർട്ടൈസായി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പോലീസ്. പിന്നെ കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ഞാൻ പറയട്ടെ, ഇപ്പൊ സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തിന് വെള്ളപൂച്ചാൻ വേണ്ടി ഇറങ്ങുകയോ ചെയ്യില്ല. പക്ഷേ ഒരു വ്യക്തത ഇല്ലാത്തൊരു കേസിൽ വേറൊരു ചാനലില് നമ്മുടെ ഞാനും കൂടി ആരാധിക്കുന്ന ഒരു റിപ്പോർട്ടർ അവിടെ രാവിലെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് പറയാ കാണിച്ചത്, തൃശ്ശൂർ ബസ് സ്റ്റാൻഡും കാണിച്ചിട്ട് സവാദ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്ന്. അദ്ദേഹം ബസ്സിന്റെ ബോർഡ് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബസ്സിന്റെ ബോർഡല്ലേ നോക്കത്തുള്ളൂ. അവിടെ വേറെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതൊന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ഈ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തത ഇല്ല. അതിനൊരു വ്യക്തത ഇതേവരെ പോലീസും തന്നിട്ടില്ല. അവിടെ പോലീസിൽ പരാതി നൽകുകയും അത് കംപ്ലൈന്റ് ആയി രജിസ്റ്റർ ചെയ്യുകയും പോലീസ് നടപടിയെടുക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ അതിന്റെ വസ്തുത അന്വേഷിക്കാനോ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്ന് തെളിയിക്കാനോ ഞാൻ താങ്കളോട് പറഞ്ഞില്ലല്ലോ. അതല്ലെങ്കിൽ താങ്കളുടെ ജോലി അതല്ലല്ലോ. അത് ചെയ്യാൻ നമുക്കിവിടെ വേറെ സംവിധാനമുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത അപരാധം എന്നത് ഇമാതിരി മനോരോഗികളെ പ്രോത്സാഹിപ്പിച്ചു പൊതു ഇടത്തിൽ എന്നതാണ്. ആ തെറ്റ് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുന്നുണ്ടോ? ഇമാതിരി പരിപാടികളുമായി ഇനിയെങ്കിലും വരാതിരിക്കോ? വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല, ആരെയും സ്വാധീനിക്കാനൊന്നും പോകുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. ഇമാതിരി തെമ്മാടിത്തരം ജനാധിപത്യത്തിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല, ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യാജ പരാതിയെ ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. അതിന് മാറ്റമൊന്നുമില്ല. വ്യാജ പരാതി അല്ല ഇത്, ജെന്യൂൻ കേസാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ
എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും ആ പെൺകുട്ടിക്ക്. അതിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെ ഒരു വ്യാജ പരാതിയോ വ്യാജ ആരോപണമായിട്ടോ ഒരു പെണ്ണിനെയും ഇവിടെ ഒരു ഫെമിനിസ്റ്റുകളെയും നമ്മളിവിടെ ഇനി കേരളത്തിൽ വാഴിക്കില്ല എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അത് ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. അതിൽ യാതൊരു മാറ്റവും എന്തായാലും കാര്യം സവാദിന് നൽകിയ പിന്തുണയിൽ നിന്ന് പിന്നോട്ടില്ല. മെൻസ് ഒരു അസോസിയേഷൻ പെൺകുട്ടിയും എന്ന് തന്നെയാണ് ഫേമസ് ആവാൻ വട്ടിയൂർക്കാവ് വേണ്ടിയിട്ട് അജിത് കുമാർ സൂചിപ്പിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള പ്രോത്സാഹനം വീണ്ടും ബസ്സിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാൻ അയാൾക്ക് പ്രോത്സാഹനമായിട്ടുണ്ടാകും. എന്തായാലും മനോരോഗത്തിന് നല്ല ചികിത്സ സവാദിന് വേണമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലാണ് സവാദ് ഇപ്പോൾ ഉള്ളത്.